പുതിയ തലമുറ കരിയറിൽ ഒരുപാട് വ്യത്യസ്തതകൾ ആഗ്രഹിക്കുന്നവരാണ്. കിട്ടിയ ഏതെങ്കിലും ഒരു ജോലിയിൽ ഒതുങ്ങിക്കൂടാൻ ഇന്നത്തെ കാലത്ത് ആരും തയ്യാറല്ല. ഒരല്പം കാലതാമസമുണ്ടായാലും സ്വന്തം അഭിരുചിക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ തേടിക്കൊണ്ടേയിരിക്കുന്നു. പടവുകളിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ട്രെൻഡി കരിയറിനെ കുറിച്ചാണ്. 100% കളർഫുൾ ആണ്, വൈബ്രന്റ് ആണ്. പലർക്കും ഇതൊരു ഡ്രീം വേൾഡ് തന്നെയാണ്. ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, ഫാഷൻ ഡിസൈനിങ്. സത്യത്തിൽ എന്താണ് ഫാഷൻ ഡിസൈനിങ്? ഫാഷൻ ഡിസൈനിങ് ഒരു കലയാണ്. പുതിയ കാലത്തിനും അഭിരുചിക്കും ഇണങ്ങുന്ന വസ്തുക്കളെ ഭംഗിയായി രൂപകൽപ്പന ചെയ്യുന്ന കല. വസ്ത്രം, ഗൃഹോപകരണങ്ങൾ, ആഡംബര വസ്തുക്കൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഫാഷൻ ഡിസൈനിങ്ങിന്റെ പരിധിയിൽ വരുന്നത്. സ്ഥലം, സമയം, സാഹചര്യം ഇവയ്ക്കനുസരിച്ച് ഫാഷൻ ഡിസൈനിങ്ങിന്റെ രീതികൾ മാറിക്കൊണ്ടേയിരിക്കും. സമൂഹത്തിന്റെ ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും പൂർണ്ണ രീതിയിൽ അതിൽ പ്രതിഫലിക്കും. കാലം മാറുന്നതിനനുസരിച്ച് ജീവിത രീതിയിലും മാറ്റങ്ങൾ തേടുന്നവരാണ് നാം. പഴയ രീതികളിൽ നിന്നും ആവിഷ്കാരങ്ങളിൽ നിന്നുമുള്ള മാറ്റം അതുതന്നെയാണ് ഫാഷൻ ഡിസൈനിങ്ങിന്റെ സാധ്യതയും. മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നവനും ട്രെൻഡുകളെ തിരിച്ചറിയുന്നവനുമായിരിക്കണം ഫാഷൻ ഡിസൈനർ. ആവിഷ്കാരങ്ങളിൽ കൊണ്ടുവരുന്ന പുതുമയും വ്യത്യസ്തതയുമാണ് ഈ പ്രൊഫഷനെ കൂടുതൽ ആകർഷണീയമാക്കുന്നത്. പടവുകളിൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ ഈ ഒരു പ്രൊഫഷനിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള നാൻസി മാം ആണ്. അപ്പോൾ സ്വന്തം എക്സ്പീരിയൻസ് വെച്ച് ഈ ഒരു പ്രൊഫഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ നാൻസി മാമിന് എന്തായാലും ഒരുപാട് പറയാനുണ്ടാവും. നാൻസി മാം, ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്ര കാലമായി ഇപ്പോൾ ഈ ഒരു പ്രൊഫഷനിൽ? 9 വർഷമായി ഇപ്പോൾ ഫീൽഡിലേക്ക് വന്നത്. പക്ഷേ 1 വർഷമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഡിസൈനിങ്ങിലേക്ക് തിരിഞ്ഞത്. അപ്പം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വളരെ നല്ലൊരു റെസ്പോൺസ് ആണ് ഇപ്പോൾ ഉള്ളത്. മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇതിൻ്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയുണ്ടെന്ന് മാമിന് തോന്നിയിട്ടുണ്ട്? ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ ശരിക്കും കേരളത്തിനേക്കാളും പുറത്താണ് സാധ്യത അധികമുള്ളത്. റെസ്പോൺസ് അധികം. ഇപ്പം ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനും ഇത് ശരിക്കും കുറച്ച് ക്ഷമയും അതിലേക്കുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ഫീൽഡാണ്. ശരിക്കും എന്നും ഒരു പുതുമയും ഫ്രഷ്നെസ്സും ഉള്ളൊരു ഫീൽഡാണ് ഫാഷൻ ഡിസൈൻ. ആസ് എ പ്രൊഫഷൻ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമുക്ക് ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെ പറയാൻ പറ്റും? ക്രിയേറ്റിവിറ്റിയാണ് മെയിൻ. ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്രിയേറ്റിവിറ്റിയാണ്. അല്പം വരയാനുള്ള ഒരു കഴിവും സ്റ്റിച്ചിങ്ങിനോടുള്ള ഇത് വർക്ക് ചെയ്യാൻ അതിനോടുള്ള ഇൻട്രസ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പേഷ്യൻസും വേണം. നല്ല പേഷ്യൻസ് ആണ് മെയിൻ ഫാക്ടർ ഇതിലുള്ളത്. കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ നമുക്കൊരു ടൈമും നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസും കിട്ടും. അതെ, ടൈം ആൻഡ് സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് പേഷ്യൻസ്, അത് എടുത്ത് പറയുന്ന വേണം, പറയാതെ പറ്റില്ല. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വളരെ പരിമിതമായ അവസരങ്ങളെ മുമ്പുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ രംഗത്തെ വർദ്ധിച്ചു വരുന്ന തൊഴിൽ സാധ്യതകൾ കണക്കിലെടുത്ത് ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലും സ്വകാര്യ മേഖലയിലും. കേന്ദ്ര സർക്കാർ നടത്തുന്ന കണ്ണൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമുക്ക് പരിചയപ്പെടാം. ഇത് നിഫ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിൽ 1986 തുടങ്ങിയ നിഫ്റ്റിന് ഇന്ത്യയിലുടനീളം 15 സെന്ററുകളുണ്ട്. ലാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മശാലയിലുള്ള ഈ സെന്റർ തുടങ്ങിയത്.
നിഫ്റ്റിന്റെ 15ാമത്തെ സെന്ററാണിത്. കേരളത്തിലെ തന്നെ ഏക സെന്ററും. സംസ്ഥാന സർക്കാർ നൽകിയ 10 ഏക്കർ സ്ഥലത്താണ് നിഫ്റ്റിന്റെ ഈ കെട്ടിടം. കൈത്തറികളുടെ പ്രഭവ കേന്ദ്രമായ കണ്ണൂരിൽ തന്നെയാണ് ഈ സ്ഥാപനമെന്നതും പ്രത്യേകതയാണ്. കേരള സർക്കാർ നൽകി വരുന്ന സഹായങ്ങൾ കണക്കിലെടുത്ത് നിഫ്റ്റിൽ മലയാളികൾക്ക് 20% സംവരണമുണ്ട്. 500-ലധികം വിദ്യാർത്ഥികൾ ഇന്ന് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നു. ഇവരിൽ ഭൂരിഭാഗവും കേരളത്തിന് പുറത്തുനിന്നുള്ളവരാണ്. 3 ശാഖകളായാണ് നിഫ്റ്റിലെ കോഴ്സുകൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്: ടെക്നോളജി, ഡിസൈൻ, മാനേജ്മെന്റ്. BF ടെക്, ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് ടെക്നോളജി സ്ട്രീമിന് കീഴിൽ വരുന്നത്. 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് BF ടെക്. ഏതെങ്കിലും അംഗീകൃത ബോർഡിന് കീഴിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിന് ചേരാം. ഡിസൈൻ സ്ട്രീമിൽ 4 കോഴ്സുകളുണ്ട്: ഫാഷൻ ഡിസൈനിംഗ്, ടെക്സ്റ്റൈൽ ഡിസൈനിംഗ്, നിറ്റ്വെയർ ഡിസൈനിംഗ്, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ. ഇതും 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സുകൾ തന്നെ. അംഗീകൃത ബോർഡുകൾക്ക് കീഴിൽ +2 കഴിഞ്ഞവർക്ക് ചേരാം. മാനേജ്മെന്റ് സ്ട്രീമിൽ മാസ്റ്റർ ഓഫ് ഡിസൈൻ സ്പേസ്, മാസ്റ്റർ ഓഫ് ഫാഷൻ മാനേജ്മെന്റ് എന്നീ 2 മാസ്റ്റേഴ്സ് കോഴ്സുകളാണുള്ളത്. MDES, MFM ലെവൽ പഠനം ആഗ്രഹിക്കുന്നവർ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയുള്ളവരായിരിക്കണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ നിന്നോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ നിന്നോ ഡിസൈനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ചേരാം. Admission into NIFT is through 2 levels. One is through the proper admission, which starts around November with the using the application forms, and then you go on through the exams. You get cleared in that, then you will be called for a skill test. If you clear in that, then you will be called for a counseling, and admission procedures will take place. And there's also another level which is called as a lateral entry program, where you can get into the second year of the program provided you have 3 years degree or diploma in the relevant sphere. ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ നിരവധി ശാഖകളുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ടെക്സ്റ്റൈൽ ഡിസൈനിങ്, ലെതർ ഡിസൈനിങ്, ആക്സസറി ഡിസൈനിങ് തുടങ്ങി പല ശാഖകൾ. ഇനി ഇത്തരം ശാഖകളെക്കുറിച്ചും അതിലെ പാഠ്യവിഷയങ്ങളെക്കുറിച്ചും നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെടാം. തോൽ കൊണ്ട് നിർമ്മിച്ച വസ്ത്രം, ചെരുപ്പ്, ഗൃഹോപകരണങ്ങൾ, ആഡംബര വസ്തുക്കൾ തുടങ്ങിയവ രൂപകൽപ്പന ചെയ്യാൻ പരിശീലനം നൽകുന്ന കോഴ്സാണ് ലെതർ ഡിസൈനിംഗ്. ഈ കോഴ്സ് കഴിയുന്നവർക്ക് ഡിസൈനിംഗ്, പ്രൊഡക്റ്റ് ഡെവലപ്പിംഗ്, മെർക്കൻഡൈസിംഗ്, മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യാം. പ്ലാസ്റ്റിക്, ചില്ല്, കടലാസ്, ലോഹം തുടങ്ങിയവ കൊണ്ട് സാമഗ്രികൾ രൂപകൽപ്പന ചെയ്യാനാണ് ആക്സസറി ഡിസൈനിംഗ് കോഴ്സിൽ പഠിപ്പിക്കുക. പഠനം പൂർത്തിയാക്കുന്നവർക്ക് ഡിസൈനർ, ബ്രാൻഡ് മാനേജർ, വിഷ്വൽ മെർക്കൻഡൈസർ, പ്രൊഡക്റ്റ് മാനേജർ എന്നീ ജോലി സാധ്യതകളുണ്ട്. ഡ്രസ്സ്, കർട്ടൻ, മാറ്റ്, ബെഡ്ഷീറ്റ് തുടങ്ങിയ തുണിത്തര വിഭവങ്ങൾ രൂപകൽപ്പന ചെയ്യാനാണ് ഈ കോഴ്സിൽ പരിശീലനം നൽകുക. ഉദ്യോഗാർത്ഥികൾക്ക് ട്രെൻഡ് ഫോർകാസ്റ്റർ, ഫാബ്രിക് മാനേജർ, ഓൺട്രപ്രണർ, ഡിസൈനർ തുടങ്ങിയവയാണ് ജോലി സാധ്യത.
മെടഞ്ഞെടുത്ത തുണിത്തര വിഭവങ്ങളുടെ നിർമ്മാണമാണ് ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. സ്റ്റൈലിസ്റ്റ്, ഡിസൈൻ കൺസൾട്ടന്റ്, പ്രൊഡക്റ്റ് ഡെവലപ്പർ, ഫോർകാസ്റ്റർ, ഫാഷൻ റൈറ്റർ, അക്കാദമീഷ്യൻ തുടങ്ങിയവയാണ് ജോലി സാധ്യത. ദൃശ്യമാധ്യമങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പഠനമാണ് ഫാഷൻ കമ്മ്യൂണിക്കേഷൻ കോഴ്സിലുള്ളത്. ഗ്രാഫിക് ഡിസൈനിംഗ്, വിഷ്വൽ മെർക്കൻഡൈസിംഗ്, സ്റ്റൈലിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫി, ഫാഷൻ ജേർണലിസം എന്നിങ്ങനെ തൊഴിൽ സാധ്യതകൾ നിരവധിയുണ്ട്. ഡിസൈൻ രംഗത്ത് കേരളത്തിൽ ജോലി ചെയ്യുന്നവരുടെ ശരാശരി മാസവരുമാനം 20,000 രൂപ മുതൽ 1 ലക്ഷം വരെയാണ്. എന്നാൽ വിദേശത്ത് 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരുമുണ്ട്. The growth of NIFT has been fast, rapid and successful. The underlying idea behind NIFT of catering to this large market by training bright young people to establish the name of India in the international arena has largely been successful. നിഫ്റ്റിന്റെ ഈ ക്യാമ്പസിനെ ഒരു മിനി ഇന്ത്യ എന്ന് തന്നെ പറയാം. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള, ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ നിന്നുള്ള നിരവധി സ്റ്റുഡൻസ്. നിഫ്റ്റിൽ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അറിയണ്ടേ? ഞാൻ സ്നേഹ. ഞാൻ കറൻ്റ്ലി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ചെയ്യുന്ന കോഴ്സസ് ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി, വിച്ച് ഇസ് ഓൾസോ കോൾഡ് അപ്പാരൽ പ്രൊഡക്ഷൻ. എൻ്റെ ഇവിടുത്തെ 4 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. കുറേ കൾച്ചേഴ്സുമായിട്ട് എക്സ്പോസ് ആകാൻ പറ്റി. നമ്മുടെ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൻ്റെ ബ്ലെൻഡാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ മിനി ഇന്ത്യ. ഹായ്, എൻ്റെ പേര് കാത്തി തോമസ്. ഞാനിവിടെ മാസ്റ്റേഴ്സ് ഓഫ് ഫാഷൻ മാനേജ്മെൻറ്റ് ചെയ്യുവാണ് കണ്ണൂരിൽ. ഈ കോഴ്സിൻ്റെ ജോലി സാധ്യത എന്താണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്കി ഒരു MBA കോഴ്സ് വെച്ച് നോക്കുമ്പം ഈ കോഴ്സിന് സാധാരണ MBA കോഴ്സ് വലിയ സ്പെഷ്യലൈസേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ കുറേ സബ്ജക്ട്സ് കവർ ചെയ്യുന്നുണ്ട്. സോ ആ സബ്ജക്ട്സിൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഏതാണോ തോന്നുന്നത് ആ ഫീൽഡിലോട്ട് നമുക്ക് ഭാവിയിൽ മുന്നേറാവുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ട് ഒരു ബൊട്ടീക്ക് തുടങ്ങി അത് മാനേജ് ചെയ്യുന്ന മുതൽ ഒരു എക്സ്പോർട്ട് ഹൗസിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബൈയിങ് ഹൗസിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ കാണുന്ന ഷോറൂംസ് ഉണ്ട്, റിലയൻസ് ട്രെൻഡ്സ്, ലൈഫ് സ്റ്റൈൽ, ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, മാക്സ്. അപ്പം അങ്ങനത്തെ ഷോറൂമിൽ മാനേജറൽ പോസ്റ്റിൽ നമുക്ക് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ആ ഷോറൂംസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ കോർപ്പറേറ്റ് ഹൗസ് ഉണ്ടാവും ഓരോ ബ്രാൻഡിനും, ഇപ്പം ഇന്ത്യയിൽ തന്നെ. സോ ആ കോർപ്പറേറ്റ് ഹൗസ് ആയിരിക്കും ഇന്ത്യയിലുള്ള എല്ലാ ഷോറൂംസിലും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ആ ഷോറൂംസിൽ തന്നെയുള്ള നമുക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റോ മെർച്ചൻഡൈസിങ്ങോ ഹ്യൂമൻ റിസോഴ്സോ ഫിനാൻസോ ഏതാണ് നമ്മുടെ അഭിരുചിക്കും കഴിവിനും ചേരുന്നതെന്ന് വെച്ചാൽ അതിൽ ജോയിൻ ചെയ്യാം. പണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആകെ ഒരു 2 ആഘോഷങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, ഒരു ഓണം, ഒരു പെരുന്നാൾ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇന്ത്യയിലെ എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾക്കുണ്ട്. ദസറ, പൂജ, നവരാത്രി, ദീപാവലി, ഹോളി. ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നിഫ്റ്റ് ഒരു ധാരാളം എക്സ്പീരിയൻസ് തന്നൊരു ലോകമായിരുന്നു എനിക്ക്. നമുക്ക് കോളേജ് ഫെസ്റ്റ് ഉണ്ട്, ദാറ്റ് ഇസ് സ്പെക്ട്രം ടൈം. നോട്ട് ഓൺലി ഡിസൈനിങ് ഫീൽഡ്, സ്പോർട്സ് ഫീൽഡ്, എല്ലാ ഫീൽഡിലും ഒരു ഓവറോൾ ആയിട്ട് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ്. എല്ലാ 15 നിഫ്റ്റ് സെൻറ്റേഴ്സും കൂടിയിട്ട് വി മീറ്റപ്പ് അറ്റ് എ പ്ലേസ് ദാറ്റ് ഇസ് ഫോർ കൺവേർജ് പറയുന്നത് ഫുൾ നിഫ്റ്റിൻ്റെ ഒരു ഫെസ്റ്റാണ്. അവിടെ ഡിസൈനിങ് ലൈക്ക് ഡാൻസ്, സ്പോർട്സ്, സിംഗിങ് എല്ലാ മേഖലയിലും you have an opportunity for that. We have clubs like literary clubs, eco club, sports club, all through the NIFT centers. Appo as a whole or personality develop cheyan, I think it's the best place you can come around. NIFT offers a variety of programs to go abroad to. I have been to UK, Leicester, De Montfort University as an exchange student, offered by NIFT as a part of the course, and it was for 1 semester. It has been an amazing experience there too. Overall, right now as I am in my 4th year and going to complete my degree, I feel I'm ready for going into the industry.
ഫാഷൻ ഡിസൈനിങ് എന്ന പ്രൊഫഷൻ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ മേഖലയിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ്. ആളുടെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആളെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരിട്ട് കാണാം, പരിചയപ്പെടാം. ഞാൻ റിൻഡു, കോഴിക്കോട് ജില്ലയിലെ ശ്രുതി ബ്യൂട്ടിക്കിൽ ഫാഷൻ ഡിസൈനറായി ജോലി ചെയ്യുകയാണ്. ചെറുപ്പം തൊട്ടേ നിറങ്ങളെ ഞാൻ നോക്കിക്കണ്ടത് വളരെ കൗതുകത്തോടെയായിരുന്നു. അവയുടെ ഭംഗി, വൈവിധ്യം, ശോഭ ഇതെല്ലാം എന്നെ ആവേശം കൊള്ളിച്ചുകൊണ്ടിരുന്നു. മനസ്സിൽ പതിഞ്ഞ ഇഷ്ടനിറങ്ങളെ എന്റെ സ്വപ്നങ്ങൾക്ക് പകർന്നു നൽകി. കണ്ണൂർ ജില്ലയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ക്ലോത്തിംഗ് ആൻഡ് ഫാഷൻ ടെക്നോളജി കോഴ്സ് പൂർത്തിയാക്കിയ ശേഷമാണ് ഫാഷൻ ഡിസൈനിംഗ് രംഗത്തേക്ക് കടന്നുവരുന്നത്. അച്ഛൻ, അമ്മ, മറ്റു കുടുംബാംഗങ്ങളെല്ലാം വളരെയധികം പിന്തുണ നൽകി. സത്യത്തിൽ സ്വപ്നം കണ്ടതിലും അപ്പുറത്തുള്ള അനുഭവങ്ങളാണ് ഫാഷൻ ഡിസൈനിംഗ് നൽകിയത്. ചിത്രകലയിൽ ജന്മനാ ഉണ്ടായിരുന്ന വാസന ഈ മേഖലയിൽ മികവ് പുലർത്താൻ ഒരുപാട് സഹായിക്കുന്നു. ഫാഷൻ ഡിസൈനിംഗ് ഒരു ജോലിയായിട്ടല്ല, ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കലയായിട്ടാണ് ഞാൻ കാണുന്നത്. ആസ് എ പേഴ്സൺ റിൻഡുവിനെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി കൂടുതൽ അറിയാനുള്ളത് റിൻഡുവിൻ്റെ പ്രൊഫഷനെ കുറിച്ചാണ്. അക്കാര്യങ്ങൾ നമുക്ക് റിൻഡുവിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. റിൻഡു, ഈ ഒരു ഫാഷൻ ഡിസൈനിങ് മേഖലയിലേക്ക് റിൻഡു എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഡിസൈനിങ്ങിനോടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു ഈ ഒരു താല്പര്യം? നന്നായി ഇഷ്ടമായിരുന്നു സ്വന്തമായി ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സുകൾ ഇടാൻ. നന്നായി ഡ്രസ്സുകൾ നോട്ട് ചെയ്യായിരുന്നു ചെറുതിലെ. അപ്പോൾ വെറൈറ്റി ഉള്ളതിനോട് താല്പര്യമായിരുന്നു. അങ്ങനെ കണ്ടിട്ട് ഇഷ്ടം തോന്നും, അത് സ്വന്തമായിട്ട് ഡ്രസ്സിൽ ചെയ്യും. കാണുന്ന ഫാഷൻ ഫീൽഡിനോടുള്ള താല്പര്യം കൊണ്ട് മുന്നേ ചെയ്യുന്ന പീസുകൾ സൽവാർ മെറ്റീരിയൽസാണ് കൂടുതലും, സൽവാർ, ചുരിദാർസ്. അപ്പോൾ അതിനോട് വെറൈറ്റി ആയുള്ളതിനോട് ഒരു താല്പര്യം തോന്നിയിട്ട് അവ ചെയ്യും. കസ്റ്റമേഴ്സിനും ചെയ്തു കൊടുക്കും. നമുക്ക് ഇവിടെ എന്തൊക്കെ വർക്കുകളാണ് കാര്യമായിട്ടുണ്ടാവുക ഈ ഒരു ബൊട്ടിക്കിൽ വന്നു കഴിഞ്ഞാൽ? ഇവിടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവർക്ക് പിക്ചർ കാണിച്ചു കൊടുക്കും. ഒന്നിൽ ഡ്രോയിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ കാണിക്കും, ഇല്ലുസ്ട്രേഷൻ. അപ്പോൾ അവരുടെ ഐഡിയാസ് അവർ പറയും. അപ്പോൾ ഞങ്ങളത് നോട്ട് ചെയ്തിട്ട് എഴുതിയെടുക്കും. എന്നിട്ട് അവർക്ക് പിക്ചറായിട്ട് വരച്ച് കാണിക്കും. പിന്നെ അവർ പറയുന്ന കളേഴ്സ് അതൊക്കെ സെലക്ട് ചെയ്ത് മെറ്റീരിയൽസ് വാങ്ങിക്കും. എന്നിട്ട് അത് ചെയ്തു കൊടുക്കും. ഓക്കെ, ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക മേഖല നിങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ടോ? ഇപ്പം സ്റ്റിച്ചിങ് ആണെങ്കിൽ സ്റ്റിച്ചിങ് മാത്രം, അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മേഖല മാത്രം, അങ്ങനെയുണ്ടോ? ഉണ്ട്. അതായത് ഒരാൾ ഡ്രോയിങ് ചെയ്യാനുണ്ടാവും, പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് കട്ടിങ് മാസ്റ്റേഴ്സ് ഉണ്ട്. സ്റ്റിച്ചിങ്ങിലേക്ക് കട്ടിങ് മാസ്റ്റേഴ്സ് കട്ട് ചെയ്ത് ഞങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. എന്നിട്ട് കട്ടിങ് മാസ്റ്റേഴ്സ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിങ്ങിനെ ഏൽപ്പിക്കും. സത്യം പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ഇൻബോൺ ആയിട്ടുള്ള ഒരു സംഗതി ഇതിന് ആവശ്യമുണ്ട് അല്ലേ? ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വരുമാനം ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഏകദേശം എത്ര നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഈ ഒരു മേഖലയിൽ നിന്ന്? കേരളത്തിൽ ഉള്ളതിനേക്കാളും കൂടുതൽ പുറമേ പോയി അബ്രോഡ് ആയിരിക്കും സാധ്യതകൾ കൂടുതൽ. കേരളം വിട്ടു കഴിഞ്ഞാൽ എനിക്കൊന്ന് ബാംഗ്ലൂർ ആ ഒരു ഭാഗങ്ങളിലും ഇതിന് കൂടുതലായിട്ട് ഉണ്ട്. കൂടുതലും പുറത്തേക്കാണ്. സാലറി ലെവലാണെങ്കിലും പുറത്തേക്കാണ് കൂടുതൽ. ഓക്കെ, ഇപ്പം ഈ മേഖലയിലേക്ക് വരുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. ഇവിടെ തന്നെ ഞങ്ങൾ 4 പേരുണ്ട് ഇപ്പോഴ്. പുതിയ കുട്ടികളെ നോക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ഒരു താല്പര്യങ്ങൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പം അവർ മനസ്സിലാക്കേണ്ട ഒരു തിയറി ഉണ്ടാവില്ലേ? ഓക്കെ, അതെന്തായിരിക്കണം? പുതിയ ഫാഷൻസിനെ കുറിച്ച് അറിയണം. ഓക്കെ, പിന്നെ കുറച്ച് ഡ്രോയിങ് അറിയണമെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് പാറ്റേൺസിനെ കുറിച്ച് അറിയണം. അതൊക്കെ
ഈ ഒരു ഫാഷൻ ഡിസൈനിങ് എല്ലാ ഒരു മേഖലകളിലും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ടാവും. അപ്പം ഈ ഒരു ഫാഷൻ ഡിസൈനിങ് മേഖല അങ്ങനെ പറയുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും അഡ്വാൻറ്റേജസോ ഡിസഡ്വാൻറ്റേജസോ എടുത്തു പറയാനുണ്ടോ? അപ്പം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഓക്കെ, കൂടുതലും. അത് കസ്റ്റമർ റിലേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് അല്ലേ? എല്ലാ മേഖലകളിലും പറയുകയാണെങ്കിൽ എല്ലാ മേഖലകൾക്കും അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ടാവും. ഇപ്പം റിൻഡുവിന് ഓൾ ഓവർ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്? റിൻഡുവിന് ഒരു കാഴ്ചപ്പാടിൽ എന്തൊക്കെയായിരിക്കും? നമുക്കിപ്പം ഡെയിലി മാറി വരുന്ന ട്രെൻഡ്സിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കാം ചെയ്യണം. അതിന് നമ്മളെ മാഗസീൻസും മാഗസീൻസ് പിന്നെ നെറ്റിൽ തന്നെ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ സെർച്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ കരിയർ ടൈമും നമ്മുടെ പേഴ്സണൽ ലൈഫും എങ്ങനെ, എനിക്ക് തോന്നുന്നു ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല ഇല്ല, കുഴപ്പമില്ല. നമുക്ക് നമ്മുടേതായ ഒരു ടൈം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ അതിനോട് കൂടുതൽ സമയം ചെലവഴിക്കാതിൽ. റിൻഡു, നമ്മളുടെ ഈ ശ്രുതി ബൂട്ടിക്കിൽ ഒരു വർക്കിംഗ് ടൈം എങ്ങനെയാണ്? ഞങ്ങൾക്ക് 9:30 to 6:30 ആണ് ടൈം. അപ്പം അതിൽ ആ ഒരു ടൈമിങ്ങിൽ എല്ലാവരും കംഫർട്ടബിൾ ആണ് അല്ലേ? ആ, കുഴപ്പമില്ല. എല്ലാവരും ആ 10 o'clockനുള്ളിൽ വന്നാൽ മതി ഞങ്ങൾക്ക്. റിൻഡു ആസ് എ ഫാഷൻ ഡിസൈനർ, ഇനി റിൻഡുവിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്താണ്? ഇനി ഇതിൽ മുന്നോട്ട് കാണുന്ന ഒരു ലക്ഷ്യം എന്താണ് ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ? സ്വന്തമായിട്ടൊരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നമ്മുടേതായ ഡിസൈൻസ് ചെയ്യുക, അതൊക്കെ അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല? ചുരിദാർസിനോടാണ് കൂടുതലും താല്പര്യം. കാരണം നമ്മൾ മെറ്റീരിയൽ പുറമെ പോയി സെലക്ട് ചെയ്ത് അത് ഡിസൈൻ ചെയ്തിട്ട് വെക്കുക. ആ ഒരു മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അല്ലേ? ഉണ്ട്. അതിനോട് നന്നായി കാരണം ഇതുവരെ വർക്ക് ചെയ്ത് വന്നത് ആ ഒരു ഫീൽഡിലായിരുന്നു. സാരീസ് കുഴപ്പമില്ല, ഇപ്പം കൂടുതലും ബ്രൊക്കേഡ് സാരികൾ, പാച്ച് വർക്കുകളാണ് വരുന്നത്. അപ്പം അതും ഈസിയായി ചെയ്യാൻ അറിയാം. ഫാമിലി സപ്പോർട്ടാണ്. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നു റിൻഡുവിന് ഈ മേഖലയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു പടവുകൾ എന്നുള്ള പ്രോഗ്രാമിലൂടെ ഞാൻ ആശംസിക്കുകയാണ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ റിൻഡുവിന് എളുപ്പം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.